ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्ण चैतन्यदेवं श्रीराधा कृष्ण पादान् सगण ललिता श्रीविशाखान्वितं हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी क्षपानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यश्च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदारे कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरि ओम तत्सत। हरे कृष्ण। सो നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് നാലാമത്തെ അധ്യായം 5-ാമത്തെ ശ്ലോകം മുതൽ. അതെ പ്രഭു. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേദ പരന്തപ. ശ്രീ ഭഗവാനുവാച ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവ ചാർജുന താന്യഹം വേദ സർവാണി ന ത്വം വേദ പരന്തപ. ഓക്കെ, ശ്രീദേവി മാതാജി. हरे कृष्ण। श्री भगवानुवाच बहूनि मे विदितानि जन्मानि तव चार्जुन तान्यहं वेद सर्वाणि न त्वं वेत्वा परं तप. ഗീത മാതാജിന്റെ വിവർത്തനം. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ശത്രുക്കളെ കീഴടക്കുന്നവനെ, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. എനിക്കതെല്ലാം ഓർമ്മിക്കാൻ കഴിയും, നിനക്കത് സാധ്യമല്ല. വെരി ഗുഡ്. ഭഗവാൻ അർജുനോട് പറയുന്നു, personality of God had said, many births both you and I have passed. I can remember all of them, but you cannot, O subduer of the enemy. പല ജന്മങ്ങളും നമ്മൾ കടന്നു പോയിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരും. ഓക്കെ, എനിക്കതെല്ലാം ഓർക്കാനുള്ള കഴിവുണ്ട്, അർജുന തനിക്ക് അതിനുള്ള കഴിവില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഭഗവാന് കഴിവുണ്ട്, നമുക്ക് കഴിവില്ലാത്തത്? ഭഗവാന്റെ അംശമല്ലേ നമ്മളും. നമുക്ക് എന്തുകൊണ്ട് കഴിഞ്ഞ ജന്മങ്ങളെ പറ്റി ഓർക്കാൻ പറ്റുന്നില്ല, അതിന്റെ സ്മരണ ഇല്ല? എന്താണ് കാരണം? നമ്മുടെ ദേഹം നശിക്കുമ്പോ നമ്മുടെ ആ മറ്റേ സൂക്ഷ്മമായിട്ടുള്ളതും മറന്നു പോകുന്നു. ദേഹം നശിക്കുമ്പോ നമ്മളെ ആ സൂക്ഷ്മമായ ആത്മാവിന്റെ കൂടെയുള്ളതൊക്കെ മറന്നു പോകുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും? എന്താണ് കാരണം? ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മതഃ സ്മൃതി ജ്ഞാനം അപോഹനം. അല്ലെ? അതായത് എന്നിൽ നിന്നാണ് സ്മരണ, സ്മൃതി, ജ്ഞാനം, അറിവ്, അപോഹനം, മറവി, ഫോർഗെറ്റ്ഫുൾനെസ്, ഇതെല്ലാം ഭഗവാനാണ് നമുക്ക് തരുന്നത്. അപ്പൊ എന്താണ് നമുക്ക് സ്മരിക്കേണ്ടത്, എന്താണ് മറക്കേണ്ടത്, എന്ത് ജ്ഞാനമാണ് നമുക്ക് വേണ്ടത്, ഇതെല്ലാം ഭഗവാനാണ് നമുക്ക് തരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവാത്മാവാണ്. ആ ജീവാത്മാവിന് ഈ ശരീരത്തിലുള്ള ആ എത്രത്തോളം കാലം എന്തെല്ലാം നടക്കുന്നുണ്ടോ അത് ഓർമ്മ നിൽക്കും.
കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ വരാൻ പോകുന്ന ജന്മത്തിലോ സംഭവിക്കാൻ പോകുന്ന ഒന്നും ഓർമ്മയുണ്ടാവില്ല. കാരണം നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ്. ഭഗവാൻ അങ്ങനെയാണ് നമ്മളെ സൃഷ്ടി ചെയ്തിരിക്കുന്നത്. ഒരു ശരീരത്തിന്റെ ആ സമയത്ത് ആ കാലയളവിൽ എന്തെല്ലാം നടക്കുന്നു അതും മുഴുവനും നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കില്ല. എന്തെല്ലാം ഓർക്കണം, എന്തെല്ലാം മറക്കണം, ഇതെല്ലാം ഭഗവാൻ തന്നെ തീരുമാനിക്കുന്നു നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ. അപ്പോൾ ചിലതും ഓർമ്മയ്ക്കും ചിലത് മറക്കും. ഈവൻ സെയിം ലൈഫ് ടൈമിൽ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നമുക്കൊന്നും ഓർമ്മയുണ്ടാവില്ല, പക്ഷേ അതിൻ്റെ ഇംപ്രഷൻസ് എന്തെല്ലാം, അതിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ സട്ടിൽ ബോഡി മനസ്സിലുണ്ടായിരിക്കും. അപ്പോൾ അത് ചില സമയത്ത് അത് ആ ഒരു സർഫേസിൽ വരും. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്കൊരു എവിടെയോ എന്തോ കണ്ടു മറന്ന ഒരു ഓർമ്മയിൽ വരും. എന്തോ ഞാൻ എവിടെ കണ്ടിട്ടുള്ളൂ, ഈ സ്ഥലം എനിക്ക് പരിചിതമാണല്ലോ, ഈ ആൾക്കാരായിട്ട് മുമ്പ് ഞാൻ ഒരു പരിചയം ഉണ്ടായിട്ടുണ്ടല്ലോ, അങ്ങനെയൊക്കെ തോന്നും ചില സമയത്ത് അല്ലേ. ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് എവിടെയോ കണ്ട ഒരു പരിചയം. അത് നമ്മളുടെ സട്ടിൽ ബോഡിയിൽ മനസ്സിലുള്ള ഇംപ്രഷൻസിന്റെ കാരണമാണ്. അപ്പോൾ ഭഗവാന് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഓക്കെ, ഭൂതം, വർത്തമാനം, ഭവിഷ്യം, ഇത് മൂന്നും അറിയാം. ഭഗവാൻ മറക്കുന്നില്ല. കാരണം വെച്ചാൽ ഭഗവാനാണ് അതിന്റെ സോഴ്സ്. ഈസ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. നമുക്ക് അത് കിട്ടിയിട്ടില്ല. നമ്മൾ കാണിച്ചാൽ നമ്മുടെ ജീവാത്മാവാണ്, അംശമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുന പറയുന്നത്, ഒരുപാട് ജന്മങ്ങൾ നമ്മൾ ഒരുമിച്ച് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് ജന്മങ്ങൾ നമ്മൾ ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. പക്ഷേ അർജുന, തനിക്ക് ഇതൊന്നും ഓർമ്മയില്ല, എനിക്കിതെല്ലാം ഓർമ്മയുണ്ട് എന്നാണ് പറയുന്നത്. So in the Brahma Samhita 5.33, we have information of many incarnations of the Lord. It is stated there, Advaita Machyuta Manadi Mananta Rupam Adyam Purana Purusham Nava Yavvanam Cha Vede Sudurlabham Adurlabham Atma Bhakto Govindamadi Purusham Tamaham Bhajami. I worship the Supreme Personality of God, Govinda, Krishna, who is the original person. Advaitam. Okay. Advaitam. രണ്ടല്ല. ഭഗവാൻ രണ്ടല്ല. ദ്വൈതം. അദ്വൈതം. അല്ലേ? ഈസ് വൺ വിത്തൗട്ട് എ സെക്കൻഡ്. അദ്ദേഹത്തിന് വേറെ ആളില്ല പകരം വയ്ക്കാൻ. അച്യുതം. ഈസ് അബ്സല്യൂട്ട്, ഇൻഫാലിബിൾ, അനാദി, വിത്തൗട്ട് ബിഗിനിങ്, തുടക്കമില്ല. ഭഗവാന് ആദ്യമില്ല, മധ്യമില്ല, അന്ത്യമില്ല. ഈസ് ദ ഒറിജിനൽ പേഴ്സൺ. ആൻഡ് പുരാണ പുരുഷം, ഏറ്റവും പഴയയാള്, അദ്ദേഹത്തിന് മുമ്പ് ആരുമില്ല. നവയവനം, എപ്പോഴും യവനാവസ്ഥയിലിരിക്കുന്ന ആള്. വേദേഷു ദുർലഭം അദുർലഭം ആത്മാവുത്. വേദിക് സ്കോളേഴ്സ്, ഒരുപാട് വേദിക് സ്കോളേഴ്സ് ഉണ്ട്, ഫിലോസഫേഴ്സ് ഉണ്ട്. വേദങ്ങളെല്ലാം ബൈ ഹാർട്ടാണ്, എല്ലാം അറിയാം. ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെന്റർ അവർക്ക് കോട്ട് ചെയ്യാൻ പറ്റും ശ്ലോകങ്ങളെല്ലാം. പക്ഷെ അങ്ങനത്തെ വേദിക് സ്കോളേഴ്സിന് ഭഗവാനെ പ്രാപിക്കാൻ ബുദ്ധിമുട്ടാണ് പറയുന്നത്. കാരണം വെച്ചാൽ അവർ ജ്ഞാനി, ആ ജ്ഞാനമാർഗത്തിൽ പോകുന്ന ആൾക്കാർ, ഭക്തിയില്ല. ഭക്തന്മാർക്ക് അതാണ് അദുർലഭം ആത്മഭക്തവും. ഭക്തന്മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാൻ പറ്റും. പക്ഷേ വേദിക് സ്കോളേഴ്സിന്, വേദ പണ്ഡിതന്മാർക്ക് ദുർലഭമാണ്. ഭഗവാനെ പ്രാപിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം തന്നെ ഭക്തന്മാർക്ക് അദുർലഭം ആത്മഭക്തവും, ഭക്തന്മാർക്ക് ഭഗവാനെ വളരെ ഈസി ആയിട്ട് പ്രാപിക്കാൻ പറ്റും എന്നാണ്. സോ സച്ച് എറ്റേണൽ blissful all-knowing forms of the Lord are usually not understood by even the best Vedic scholars. അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അവർക്ക് പ്രാപിക്കാൻ പറ്റില്ല. But they are always manifest to pure unalloyed devotees. ശുദ്ധ ഭക്തന്മാർക്ക് ഭഗവാൻ തന്നെ വെളിപ്പെടുത്തും ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഐശ്വര്യങ്ങളും. അപ്പൊ ഇതാണ് ഇവൻ ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് ഭഗവാനെ പറ്റിയിട്ട് സ്തുതിക്കുന്നത്. ആദ്യം പുരാണ പുരുഷം നവയൗവനം ച. അപ്പോൾ he is the original person, he has no beginning, he has no end, and he is the supreme personality of Godhead എന്നാണ് പറയുന്നത്. അനന്തരൂപം, അദ്ദേഹത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട്, അല്ലെ? വിഷ്ണു തത്വാസ്, അത് എറ്റേണൽ ആണ്, ബ്ലിസ്ഫുൾ ആണ്, ഓൾ നോയിങ് ആണ്. ഇതെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങൾ സച്ചിദാനന്ദമാകുന്നു എന്ന് പറയുന്നു. So it's also stated in Brahma Samhita
രാമാതിമൂർത്തിഷു കലാ നിയമേന തിഷ്ഠാൻ നാനാവതാരമകരോത് ഭുവനേഷു കിന്തു കൃഷ്ണ സ്വയം സമഭവത് പരമപുമാന്യോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. I worship the Supreme Personality of Godhead, Govinda, Krishna, who is always situated in various incarnations such as Rama, Narsimha, and many sub-incarnations as well. But who is the original personality of Godhead, known as Krishna, and who incarnates personally also. അപ്പോൾ ആ പൂർണ്ണ പുരുഷോത്തം ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു, ഞാൻ പ്രണമിക്കുന്നു. ആരാണ് അദ്ദേഹം? ഹു ഇസ് ഓൾവേസ് സിറ്റുവേറ്റഡ് ഇൻ വേരിയസ് ഇൻകാർണേഷൻ. അദ്ദേഹത്തിന്റെ ഇൻകാർണേഷൻ അവതാരങ്ങൾ ഒരുപാടുണ്ട്. എങ്ങനത്തെ? രാമ, നരസിംഹ, വരാഹ, അങ്ങനെയുള്ള ഒരുപാട് അവതാരങ്ങളുണ്ട്. പിന്നെ അത് അല്ലാതെ ഒരുപാട് സബ് ഇൻകാർണേഷൻസും ഉണ്ട്. ഇൻകാർണേഷൻസിന്റെ ഇൻകാർണേഷൻസ്. ബട്ട് ഹു ഇസ് ദ ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്? ആര്? കൃഷ്ണ. പക്ഷെ ഈ അവതാരങ്ങളുടെ എല്ലാം സോഴ്സ്, സ്രോതസ് ആരാണ്? കൃഷ്ണ ഭഗവാനാണ്. ആൻഡ് ഹു ഇൻകാർണേറ്റ്സ് പേഴ്സണലി ആൾസോ. ആ കൃഷ്ണ ഭഗവാനും ഇവിടെ അവതരിക്കുന്നു. പൂർണ്ണ പുരുഷോത്തം ഭഗവാനായിട്ടുള്ള എല്ലാറ്റിന്റെയും ഉറവിടമായ ഉദ്ഭവസ്ഥാനമായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണനും ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ അവതരിക്കുന്നു. അതുകൊണ്ടാണ് സൂത ഗോസ്വാമിയും പറയുന്നത്. എന്താണ് പറയുന്നത്? ഏതേച്ച അംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. ഭഗവാൻ കൃഷ്ണനാണ് സ്വയം ഭഗവാൻ. ബാക്കിയെല്ലാം അംശങ്ങളാണ്, അംശത്തിന്റെ അംശമാണ്, കല ആണ്. അങ്ങനെ ഒരുപാട് അവതാരങ്ങളെ പറ്റി ഭാഗവത്തില് ആദ്യത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ 22 അവതാരങ്ങളെല്ലാം മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളാണ്. ആ മഹാവിഷ്ണു പറഞ്ഞ ഭഗവാന്റെ അംശത്തിന്റെ അംശം. അപ്പോ ആ അവതാരങ്ങളില് സ്വയം ഭഗവാൻ കൃഷ്ണനും അവതരിക്കുന്നു. പക്ഷെ ആ സ്വയം കൃഷ്ണൻ അവതാരിയാണ്, അവതാരമല്ല. അവതാരി എന്ന് പറഞ്ഞാൽ എല്ലാ അവതാരങ്ങളും ഉദ്ഭവിക്കുന്ന ആ സോഴ്സ്. അപ്പൊ നമ്മള് ഭഗവാൻ കൃഷ്ണനെ സാധാരണ ഒരു അവതാരമായിട്ട് കാണാൻ പാടില്ല. ഭഗവാൻ കൃഷ്ണൻ എല്ലാ അവതാരങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാണ്. ഭഗവത്ഗീതയിലും ഭഗവാൻ അതാണ് പറയുന്നത്. അഹം സർവസ്യ പ്രഭവോ മതഃ സർവം പ്രവർത്തതേ. അല്ലെ? എന്നിൽ നിന്നാണ് എല്ലാം ഉത്ഭവിക്കുന്നത്. എവറിഥിങ് എമിനേറ്റ്സ് ഫ്രം മീ. അപ്പോ ആ സോഴ്സ് ആണ്, സ്രോതസ്സാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ബാക്കി രാമ, നരസിംഹ, വരാഹ, വാമന, പരശുരാമ, ഇതെല്ലാം ഭഗവാന്റെ ഭഗവാനുള്ള എക്സ്പാൻഷൻസ് ആണ്, അല്ലെങ്കിൽ എക്സ്പാൻഷൻസിന്റെ എക്സ്പാൻഷൻസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ്, എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ്സാണ്. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാനെ അവതാരി എന്ന് നമ്മൾ അറിയുന്നു. So in the Vedas also it is said that the Lord, although one without a second, one without, അതാണ് ഇവിടെ പറയുന്നത് അദ്വൈതം, one without a second, രണ്ടല്ല, manifests himself in innumerable forms. വേദങ്ങളിലും നമ്മൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഭഗവാൻ പല രൂപത്തിലും പല ഫോംസിലും അവതരിക്കുന്നു. He is like the Vaidurya stone which changes color yet still remains one. അപ്പോൾ വൈഡൂര്യ പ്രീഷ്യസ് സ്റ്റോൺ, അതിന്റെ കളർ ചേഞ്ച് ആയിരിക്കും, ബട്ട് സ്റ്റിൽ റിമെയിൻസ് വൺ. അതേപോലെ ഭഗവാനും പല രൂപങ്ങളിലും പല ഭാവങ്ങളിലും ഇവിടെ അവതരിച്ചാലും കൂടിയിട്ട് ആ ഭഗവാൻ ഒന്നാണ്. ഭഗവാൻ അനേകമല്ല, പക്ഷെ അനന്തമായിട്ടുള്ള രൂപങ്ങളുണ്ട് ഭഗവാൻ. All those multi-forms are understood by the pure unalloyed devotees, but not by a simple study of the Vedas. വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തം. അപ്പൊ ഈ വിവിധ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത രൂപങ്ങളുള്ള വ്യത്യസ്ത ഫീച്ചേഴ്സ് ഉള്ള എല്ലാ അവതാരത്തെയും ഭഗവാന്റെ ഭക്തന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും വേദിക് സ്കോളേഴ്സ്, വേദ പണ്ഡിതന്മാർക്ക് അത്ര സരളമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Devotees like Arjuna are constant companions of the Lord, and whenever the Lord incarnates, the associate devotees also incarnate in order to serve the Lord in different capacities. എപ്പൊക്കെ ഏതൊക്കെ സമയത്ത് ഏതെല്ലാം ബ്രഹ്മാണ്ടങ്ങളില് ഏതെല്ലാം ഗ്രഹങ്ങളില് ഭഗവാന്റെ അവതാരങ്ങൾ വരുന്നുണ്ടോ, ഭഗവാന്റെ ലീലകൾ നടക്കുന്നുണ്ടോ, അപ്പോഴെല്ലാം ഭഗവാന്റെ അസോസിയേറ്റ്സ്, ഭഗവാന്റെ പാർഷദന്മാരും ആ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്
ആസ്വാദനം കൂട്ടാൻ വേണ്ടിയിട്ട് വരും. അല്ല ഭഗവാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, അല്ലെ? ഭഗവാന്റെ പാർഷദന്മാരും ഇവിടെ വരും. അപ്പോഴാണ് ആ ലീലയ്ക്ക് ഒരു ത്രില്ല് ഉണ്ടാവുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ലോർഡ് ഇൻകാർണേറ്റ്, ദ അസോസിയേറ്റ് ഡിവോട്ടീസ് ആൾസോ ഇൻകാർണേറ്റ്. ഇപ്പൊ നമുക്കറിയാം, ഭൂമിദേവി ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവും ശിവനും മറ്റ് ദേവി ദേവതമാരെല്ലാം കൂടിയിട്ട് ക്ഷീരസാഗരത്തിലെ ഷിരോസായി വിഷ്ണുവിന്റെ അടുത്ത് പോയി അവിടെ തൻ്റെ ആ അപേക്ഷ അവിടെ അവതരിച്ചു. അസുരന്മാരുടെ ഈ രാജ്യം കാരണം എനിക്ക് വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും പരിഹാരം കാരണം. അപ്പോ ഭഗവാൻ പറഞ്ഞു, അതായത് ഞാൻ അടുത്ത് തന്നെ ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ അവതരിക്കും കൃഷ്ണനായിട്ട് സ്വയം ഭഗവാൻ. അപ്പോ ആ സമയത്തേക്ക് ബ്രഹ്മാവിനോട് പറഞ്ഞു, എല്ലാ ദേവി ദേവതമാരും ഇപ്പൊ എൻ്റെ ലീലയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ മറ്റ് രൂപങ്ങളിൽ അവിടെ അവതരിക്കണം, എൻ്റെ ലീലകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്, ദ അസോസിയേറ്റ് ഡിവോട്ടീസ് ആൾസോ ഇൻകാർണേറ്റ് ഇൻ ഓർഡർ ടു സേവ് ദ ലോർഡ് ഇൻ ഡിഫറെന്റ് കപ്പാസിറ്റീസ്. അപ്പൊ ആ ലീലയില് ഭഗവാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ദേവി ദേവന്മാര് ഇവിടെ അവതരിക്കുന്നു ഭൗതിക ലോകത്തില്. അർജുന ഈസ് വൺ ഓഫ് ദീസ് ഡിവോട്ടീസ്. അങ്ങനെ ഭഗവാന്റെ ലീലകളിൽ പങ്കെടുക്കാൻ വന്ന ഒരു ഭക്തനാണ് അർജുനൻ. And in this verse, it is understood that some millions of years ago, when Lord Krishna spoke the Bhagavad Gita to the sun god Vivaswan, Arjuna, in a different capacity, is also present. പ്രഭുപാദ ഇത് പർപ്പോട്ട് പറയുന്നത്, അതായത് ഭഗവത്ഗീത സൂര്യ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അർജുനനും ആ സമയത്ത് വേറെ ഒരു കപ്പാസിറ്റിയിൽ അവിടെ സന്നിധനായിരുന്നു എന്നാണ് പറയുന്നത്. But the difference between the Lord and Arjuna is that the Lord remembered the incident, whereas Arjuna could not remember. എന്താണ് വ്യത്യാസം? അർജുനന് അതൊന്നും ഓർമ്മയില്ല, അത് വേറൊരു ജന്മത്തിലായിരുന്നു. പക്ഷെ ഭഗവാന് എല്ലാം അത് ഓർമ്മയുണ്ട്. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നത്. പല ജന്മങ്ങളിലും നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്, പക്ഷെ അർജുന തനിക്കത് ഓർമ്മയില്ല, എനിക്കതെല്ലാം ഓർമ്മയുണ്ട്. That is the difference between the part and parcel living entity and the Supreme Lord. നമ്മളെല്ലാം അംശമാണ്. അംശം ആയിട്ടുള്ള നമുക്ക് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്, ഭഗവാന് ലിമിറ്റേഷൻസ് ഇല്ല. Although Arjuna is addressed herein as a mighty hero who could subdue the enemies, he is unable to recall what had happened in his various past births. അർജുനനെ ഭഗവാൻ സംബോധന ചെയ്യുന്നത് മൈറ്റി ആംഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, മൈറ്റി ആംഡ്, ബലവാനായിട്ടുള്ള ആ ഒരു ഹീറോ ആയിട്ട് പാടുന്നത്. പക്ഷേ എങ്കിലും കൂടി അർജുനന് കഴിഞ്ഞ ജന്മങ്ങളിലെ ഒരു കാര്യം ഓർമ്മയില്ല. കാരണം അർജുനൻ ജീവാത്മാവാണ്, അംശമാണ്. നമ്മളെല്ലാം ജീവാത്മാക്കളാണ്, സെപ്പറേറ്റഡ് എൻറ്റിറ്റീസ് ആണ്. ഓക്കെ, നമ്മള് വിഭിന്നാംശങ്ങളാണ്, സ്വഅംശങ്ങളല്ല. രണ്ട് തരത്തിലുള്ള അംശങ്ങളാണ്. സ്വഅംശം എന്ന് പറഞ്ഞാൽ വിഷ്ണു തത്വമാണ്, വിഭിന്നാംശം എന്ന് പറഞ്ഞാൽ ജീവതത്വം. അപ്പൊ ജീവതത്വങ്ങളായിട്ടുള്ള നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. വിഷ്ണു തത്വമായിട്ടുള്ള ഭഗവാന്റെ തന്നെ വിസ്തരണങ്ങൾ, എക്സ്പാൻഷൻസ് അല്ലെങ്കിൽ പ്ലനറി പോർഷൻ, അവർക്ക് എല്ലാം പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അറിയാം. അതാണ് ഇവിടെ വ്യത്യാസം, ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള. Therefore, a living entity, however great he may be in the material estimation, can never equal the Supreme Lord. അപ്പോൾ എത്ര വലിയ ഒരു പണ്ഡിതനായിക്കോട്ടെ, എത്ര വലിയ ഒരു ഭൗതിക തരത്തിലുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, ഭഗവാന് ഈക്വൽ ആവാൻ പറ്റില്ല ഒരിക്കലും എന്നാണ് പറയുന്നത്. വി ആർ ഇൻഫീരിയർ. നമുക്ക് ഭഗവാന്റെ എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, പക്ഷെ ക്വാണ്ടിറ്റി ഇല്ല. ഒരു സാഗരം, ഒരു തുള്ളി വെള്ളം, രണ്ടിനെയും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഒരു സാഗരത്തിലുള്ള ജലവും ഒരു തുള്ളി വെള്ളവും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഭഗവാൻ ഒരു സാഗരമാണെങ്കിൽ നമ്മളെ ഒരു തുള്ളി വെള്ളമാകുന്നു. അതാണ് അതിന്റെ കമ്പാരിസൺ. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് സേക്ക്. ദ ലോർഡ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ബ്രഹ്മസംഹിത ആസ് ഇൻഫാലിബിൾ, അച്യുത, ഒരിക്കലും വീഴ്ച സംഭവിക്കാത്തത്, ഒരിക്കലും തെറ്റ് പറ്റാത്തത്. അതാണ് ഇൻഫാലിബിൾ. വിച്ച് മീൻസ് ദാറ്റ് ഹി നെവർ ഫോർഗെറ്റ്സ് ഹിംസെൽഫ്. മറക്കുകയില്ല, ഈവൻ ദോ ഹി ഈസ് ഇൻ മെറ്റീരിയൽ കോണ്ടാക്ട്. അതായത് ഭൗതിക തലത്തിലുള്ള ആ ഒരു കോണ്ടാക്റ്റിൽ വന്നാലും ഭഗവാൻ
ഒന്നും മറക്കുന്നില്ല. ഭഗവാന്റെ ആ ഭഗവത്വം മറക്കുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച മറക്കുന്നില്ല. വരാൻ പോകുന്ന കാലത്തിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അതും അദ്ദേഹത്തിന് അറിയാം. Therefore, the Lord and the living entity can never be equal in all respects, even if the living entity is as liberated as Arjuna. Even മുക്താത്മാക്കളായിട്ടുള്ള ലിബറേറ്റഡ് ആയിട്ടുള്ള ഭക്തന്മാർക്കും കഴിഞ്ഞ കാലങ്ങളെ പറ്റിയിട്ട് സ്മരണ ഉണ്ടാവില്ല, എത്ര തന്നെ വലിയ ഭക്തനായാലും ശരി. Although Arjuna is a devotee of the Lord, he sometimes forgets the nature of the Lord. But by the divine grace, a devotee can at once understand the infallible condition of the Lord, whereas a non-devotee or a demon cannot understand this transcendental nature. Okay? ഭക്തന്മാര് ഭഗവാന്റെ ആ മഹത്വം മറന്നാലും കൂടിയിട്ട് ഭഗവാന്റെ കൃപ കൊണ്ട് അത് വീണ്ടും ഓർമ്മിക്കാനുള്ള ആ ശക്തി, ആ കഴിവ് ഭഗവാൻ കൊടുക്കും. നേരെ മറിച്ച് അഭക്തന്മാർക്ക്, നോൺ ഡിവോട്ടീസിന് ആ കഴിവുണ്ടാവില്ല, ആ അറിവ് ഭഗവാൻ കൊടുക്കില്ല. കാരണം അവർ ഭക്തന്മാരല്ല. അതുകൊണ്ട് Consequently, these descriptions in the Gita cannot be understood by demonic brains. അതുകൊണ്ട് ആസുരവർഗം അല്ലെ, അസുരന്മാർക്ക് ഭഗവത്ഗീതയിലത്തെ ഈ തത്വം, ഈ ആദർശങ്ങളോ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അവർ എത്ര തന്നെ ഭഗവത്ഗീത വായിച്ച് പഠിച്ചാലും ശരി, അതിൻ്റെ ആന്തരികമായിട്ടുള്ള ആ തത്വങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ ബ്രെയിൻസ് എന്താണ്? ഡെമോണിക് ആണ്, ആസുരിക്കാണ്. കൃഷ്ണ റിമെമ്പേർഡ് ആക്ട്സ് which were performed by him millions of years before, but Arjuna could not, despite the fact that both Krishna and Arjuna are eternal in nature. അർജുനനും ഭഗവാനും എറ്റേണൽ ആണ്. അർജുനന്റെ ആത്മാവും സച്ചിദാനന്ദമാണ്, ഭഗവാനും സച്ചിദാനന്ദമാണ് അല്ലെ. എങ്കിലും അർജുനന് കഴിഞ്ഞ ജന്മത്തിൽ ഒന്നും ഓർമ്മയില്ല, പക്ഷെ ഭഗവാന് എല്ലാം ഓർമ്മയുണ്ട്. കാരണം അർജുനൻ ഭഗവാന്റെ അംശമാണ്. ഭഗവാൻ അബ്സല്യൂട്ട് ട്രൂത്ത് ആണ്, പരമസത്യമാണ്. ഇതാണ് വ്യത്യാസം. We may also note here that a living entity forgets everything due to his change of body, but the Lord remembers because he does not change his Satchidananda body. നമ്മുടെ ശരീരം മാറുമ്പോൾ നമ്മളെല്ലാം കഴിഞ്ഞ ശരീരത്തിലെല്ലാം മറക്കുന്നു. ഭഗവാൻ ശരീരം മാറുന്നില്ല. ഭഗവാന്റെ ശരീരം ഭൗതിക ശരീരമല്ല, സച്ചിദാനന്ദമാകുന്നുണ്ട്. ഭഗവാന് യാതൊരു മറവിയില്ല. നമ്മളുടെ ശരീരം ഭൗതികമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലിരിക്കുമ്പോൾ കഴിഞ്ഞു പോയ ശരീരത്തിലെ നടന്നു കാര്യങ്ങളൊന്നും ഓർമ്മയുണ്ടായിരിക്കില്ല. അങ്ങനെയാണ് ഭഗവാന്റെ സൃഷ്ടി. സോ ചേഞ്ച് ഓഫ് ബോഡി കാരണം നമ്മളെല്ലാം മറക്കുന്നു. ഭഗവാന്റെ ശരീരം മാറുന്നില്ല, ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദമാണ്. അതുകൊണ്ട് ഭഗവാൻ ഒന്നും മറക്കുന്നില്ല. ഈസ് അദ്വൈത, വിച്ച് മീൻസ് ദർ ഇസ് നോട്ട് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹിസ് ബോഡി ആൻഡ് ഹിംസെൽഫ്. നമ്മളുടെ ശരീരവും ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്, ഭഗവാന്റെ ശരീരവും ആത്മാവും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെ ശരീരം ഒന്ന് ആത്മാവ് വേറൊന്ന് അങ്ങനെ ഇല്ല. ഭഗവാൻ ഫുൾ സച്ചിദാനന്ദമാണ്. അപ്പൊ അവിടെ ഒരു ഡിസ്റ്റിങ്ഷൻ വരുന്നില്ല. നമ്മുടെ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. നമ്മുടെ ആത്മാവ് സച്ചിദാനന്ദമാണ്, ധരിച്ചിരിക്കുന്ന ശരീരം ഭൗതികമാണ്. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് അതങ്ങനെയല്ല, എല്ലാം സച്ചിദാനന്ദമാണ്. Everything in relation to him is spirit. Okay. Whereas the conditioned soul is different from his material body. And because the Lord's body and self are identical, his position is always different from that of the ordinary living entity, even when he descends to the material platform. Even ഭൗതിക ലോകത്തിലേക്ക് ഭഗവാൻ ഇറങ്ങി വരുമ്പോഴും ഭഗവാൻ സച്ചിദാനന്ദം ആയിട്ടുള്ള ആ രൂപം കൊണ്ടാണ് അവിടെ വരുന്നത്. ഭൗതിക ലോകത്തിലേക്ക് വരുമ്പോൾ ഭഗവാൻ ഭൗതിക ശരീരം എടുക്കുന്നില്ല, നമ്മളാണ് ഭൗതിക ശരീരം എടുക്കുന്നത്. നമ്മൾ സച്ചിദാനന്ദമായിരുന്നു നമ്മളും. പക്ഷെ നമ്മളുടെ ചില ആഗ്രഹങ്ങൾ കാരണം ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ ഭൗതിക ശരീരം നമുക്ക് സ്വീകരിക്കേണ്ടി വന്നു. ആ ഭൗതിക ശരീരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം കാരണമാണ് നമ്മുടെ ശരീരം മാറുമ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ഓർമ്മ വരാത്തത്. The demons cannot adjust themselves to this transcendental nature of the Lord
which the Lord himself explains in the following verse. അപ്പോ അസുരന്മാര് ഭഗവാന്റെ ഈ സച്ചിദാനന്ദമായിട്ടുള്ള ആ നേച്ചർ, ആ ഭാവം, ആ രൂപം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിനെപ്പറ്റി അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തെങ്കിലും എനി ക്വസ്റ്റ്യൻസ് ഓർ എനി കമന്റ്സ് ഈ ശ്ലോകത്തിൽ വല്ലതുണ്ടോ? എന്തെങ്കിലും സംശയങ്ങളോ വല്ലതുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അംശമാണെന്നും പറയുന്നുണ്ട്. പക്ഷെ ഭൗതിക കാലത്ത് ഒന്നും കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഓർക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. അതെന്താ കാരണം? അതാണ് നമ്മുടെ ശരീരം മാറുമ്പോ നമ്മളെ ഭൗതികമായിട്ടുള്ള ശരീരമാണ്. ആത്മാവ് സച്ചിദാനന്ദമാണെങ്കിലും കൂടിയിട്ട് ശരീരം ഭൗതികമാണ്. ഭഗവാന്റെ ശരീരം ആത്മാവും എല്ലാം സച്ചിദാനന്ദമാണ്. അത് ശരീരം ആത്മാവും തമ്മിൽ വ്യത്യാസമില്ല, നമ്മൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരീരം ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിലത്തെ കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല. നമ്മൾ ഭഗവാന്റെ അംശമാണ്, നമ്മൾ ഭഗവാനല്ല. നമ്മൾ ഭഗവാന്റെ അംശം മാത്രമാണ്. ഭഗവാന്റെ അതേ ക്വാളിറ്റിയാണ് നമുക്കുള്ളത്, സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവാണ്. പക്ഷേ നമ്മൾ ഭഗവാൻ അല്ല. ഭഗവാൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരു സാഗരമാണെങ്കിൽ, സമുദ്രമാണെങ്കിൽ നമ്മൾ ആ സമുദ്രത്തിലെ ഒരു തുള്ളി മാത്രം. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ജന്മത്തിലത്തെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല, ഒന്നും ഓർമ്മിക്കാൻ പറ്റില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് ഓർമ്മിക്കാം. ഭഗവാനാണ് ഓർമ്മ തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത സ്മൃതി ജ്ഞാനം അപോഹനം ച. അപ്പൊ ഓർമ്മ, അറിവ്, മറവി ഇതെല്ലാം ഭഗവാന്. ഭഗവാൻ ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മ വരണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതെല്ലാം ഓർമ്മ തന്നാൽ, ഇപ്പൊ കിങ് ഭരത രാജാവിന് മാനായി മാറി. ആ മാനിന്റെ ശരീരത്തില് ഭരത് മഹാരാജിന്റെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ കൊടുത്തു ഭഗവാൻ. പിന്നെ ജഡഭരതനായി. ആ ജഡഭരതന്റെ ശരീരത്തിലും ഭഗവാൻ ഓർമ്മ കൊടുത്തു. പിന്നീടാണ് ഭഗവത് പ്രാപ്തി ലഭിച്ചത്. അപ്പൊ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടെങ്കിൽ, അത് ആവശ്യമുണ്ടെങ്കിൽ ഭഗവാൻ ആ ഓർമ്മ കൊടുക്കും. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നമ്മളൊരു ശരീരം മാറിയാൽ കഴിഞ്ഞ ശരീരത്തിലെ ഓർമ്മ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. അവിടെ എല്ലാം നമുക്ക് മറവ് സംഭവിക്കും. അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ വരികയാണെങ്കിൽ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കാൻ നമ്മുടെ ക്രേസി, നമ്മുടെ മാറായി തീരും. പിന്നെ ചില വീഡിയോ ഒക്കെ കാണാമല്ലോ പ്രഭു, കഴിഞ്ഞ ജന്മത്തിൽ എന്തായിരുന്നു എന്നെല്ലാം ഓർമ്മയുണ്ട് എല്ലാം പറയുന്നൊക്കെ. എക്സാമ്പിൾ ആ ഒരു ലെന എന്ന് പറഞ്ഞ നടി എന്തൊക്കെയോ ഒരിടയ്ക്ക് എക്സെപ്ഷണൽ കേസിൽ ഉണ്ടായിരിക്കും ചില ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് അവര് ആ ഹിപ്നോട്ടിസം അതൊക്കെ ഉപയോഗിച്ചിട്ട് പഴയ ജന്മത്തിലേക്ക് കൊണ്ടുവന്നുണ്ട്. പക്ഷെ എല്ലാമൊന്നും പറ്റില്ല. ചില സ്പെസിഫിക് ഇൻസിഡന്റ് ഒക്കെ അവർക്ക് ഓർമ്മ വരുന്നുണ്ട്. ഈ ജന്മത്തിൽ നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇങ്ങനെ കഴിഞ്ഞ ജന്മത്തിൽ. അതൊക്കെ ചില ടെക്നിക്സ്, ഹിപ്നോട്ടിസം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് എന്താ കാര്യം? നമുക്ക് ഉപയോഗം വരുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ജന്മത്തിലെ വേറെ ശരീരത്തിലാവും, അല്ലെങ്കിൽ വല്ല മൃഗങ്ങളുടെ ശരീരത്തിലായിരിക്കാം, പക്ഷികളുടെ ശരീരത്തിലായിരിക്കാം, മനുഷ്യരായിരിക്കാം, അല്ലെങ്കിൽ വേറെ വല്ല ശരീരത്തിലായിരിക്കാം. അത് നമ്മൾ ഓർത്ത് വെച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് ബുദ്ധിമുട്ട് മാത്രമേ തരുള്ളൂ, അല്ലേ? അത് ഓർത്തിട്ട് നമുക്ക് ക്ലേശങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ജീവിതം നമ്മളുടെ നന്നായി കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ആ മറവി തരുന്നത്. അപ്പൊ അതിനെ വീണ്ടും നമ്മൾ ആ പഴയ ജന്മത്തിലെ ഓർമ്മ കൊണ്ടു വെച്ചിട്ട് നമുക്ക് ഒന്നും സാധിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് ഒരു മുക്തി കിട്ടുന്നുണ്ടോ? ഇല്ല, അല്ലേ? അപ്പൊ കഴിഞ്ഞ നല്ല കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. പക്ഷെ ഒരുപാട് ദുഃഖഭരിതമായിട്ടുള്ള കാര്യങ്ങള് ഇതേ സെയിം ലൈഫിലും മറ്റുള്ള ലൈഫിലും നമ്മൾ ഓർക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ശാന്തമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ അറിഞ്ഞുകൊണ്ടാണ് നമുക്ക് മറവി തന്നിരിക്കുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഗജേന്ദ്രന് ഭഗവാൻ ലാസ്റ്റ് മൊമെന്റ് ഓർമ്മ കൊടുത്തു. കാരണം തന്റെ ശരീരം നശിച്ചാലും ശരി ഭക്തി നശിക്കുന്നില്ല.
നേഹാഭിക്രമ നാശോസ്തി സ്വല്പം എന്താണ് നേഹാഭിക്രമനാശോസ്തി പ്രത്യവായുന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോയ. അപ്പൊ നമ്മൾ സ്പിരിച്വലായിട്ട് എന്തെല്ലാം അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളുടെ മെറ്റീരിയൽ പൊസിഷൻസ്, എന്റെ ധനം, എന്റെ ബന്ധു മിത്രാദികള് ഒക്കെ എന്റെ പേരും പ്രശസ്തിയും എന്റെ കൂടെ വരില്ല. പക്ഷെ ആധ്യാത്മിക തലത്തിൽ ഞാൻ എന്തെല്ലാം സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം എന്റെ കൂടെ എപ്പോഴും വരും. അപ്പോ ഗജേന്ദ്രൻ ഒരു ഭക്തനായിരുന്നു. ആ ഭക്തനായ ഒരു വേറെ ആനയുടെ ശരീരത്തിൽ പിന്നെ വന്നപ്പോ ഭഗവാന്റെ കൃപ കൊണ്ട് ഗജേന്ദ്രന് തന്റെ പഴയ ജന്മത്തിലെ ആ സ്തുതി ഓർമ്മ വന്നു. ഭഗവാനെ സ്തുതിക്കാനുള്ള കഴിവ് കൊടുത്തു. അത് ഭഗവാൻ കൊടുത്തതാണ്. കാരണം ഒരു ഭക്തനായതുകൊണ്ട് ഭക്തി ഒരിക്കലും നശിക്കില്ല എന്നാണ് അത് കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഭരത മഹാരാജാവിനും ഭക്തി ഒരിക്കലും നശിക്കില്ല എന്ന് കാണിക്കാണ്. അതേപോലെ തന്നെ നമ്മളുടെ വൃത്താസുരന്, ഇവർക്കെല്ലാം ആ ഓർമ്മ കൊടുത്തത് ഭഗവാനെ സ്തുതിച്ച് അവര് തിരിച്ച് ഭഗവത്ധാമിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല. അവരൊക്കെ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ ഓർമ്മ കൊടുത്തത്. നമ്മളും അങ്ങനെ നല്ല ഭക്തന്മാരായി നമുക്കും ഓർമ്മ വരുമോ എന്താണ് നല്ലത് ആവശ്യമുള്ളത് ഭഗവാൻ ഓർമ്മ തരും. ഗജേന്ദ്രന് ആ ശരീരത്തില് സ്തുതിക്കാനുള്ള കഴിവില്ല. പക്ഷെ കഴിഞ്ഞ ജന്മത്തിലെ ഒരു ഡിവോട്ടി ആയത് കൊണ്ട് ഭഗവാൻ ആ ഓർമ്മ കൊടുത്ത് ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചു. എന്നിട്ട് ഒരു ലോട്ടസ് ഫ്ലവർ ഭഗവാൻ അർപ്പിച്ചപ്പോ ഭഗവാൻ അത് സ്വീകരിച്ചു. ആൻഡ് മുക്തി കൊടുത്തു ഗജേന്ദ്രൻ. അപ്പൊ അതാണ് നമ്മളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒന്നും നശിക്കില്ല. നമ്മുടെ ശരീരം ചിലപ്പോൾ നശിക്കും. ഓക്കെ, താഴ്ന്ന ശരീരം കിട്ടും. ഈവൻ താഴ്ന്ന ശരീരത്തിലും നമുക്ക് ഭഗവത് ഭക്തി മറക്കുന്നില്ല. ശരീരം നശിക്കും, പക്ഷെ ഭക്തി അവിടെ നശിക്കുന്നില്ല. ഒരു പേഴ്സൻ്റാണ് നമ്മൾ ഭക്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭക്തി എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. ഒന്നിന് അത് പിന്നെ അടുത്ത ജന്മത്തിലെ രണ്ടാമത്തെ പേഴ്സൻ്റിൽ നിന്ന് നമുക്ക് തുടങ്ങിയാൽ മതി ഭക്തി. നേരെ മറിച്ച് എൻ്റെ കയ്യിൽ $1 million ഉണ്ട് ഈ ജന്മത്തിൽ, അടുത്ത ജന്മത്തിൽ ആ $1 million എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല, അത് നശിക്കും. പക്ഷെ ഭക്തി ഒരിക്കലും നശിക്കില്ല എന്നാണ് ഇത് കാണിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും? അടുത്ത ശ്ലോകം 6. അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. അജോപി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. ഓക്കെ, വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. അജോ അഭിസന്യ വ്യയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഹരേ കൃഷ്ണ. രാധിക മാതാജി, എന്റെ വിവർത്തനം. ഹരേ കൃഷ്ണ. വിവർത്തനം ബൈ ശീല പ്രഭുപാദ്. ശീല പ്രഭുപാദ് കി ജയ്. എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല. ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ. എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരിബോൾ. ഓൾദോ ഐ ആം അൺബോൺ, അജൻ. ഓക്കെ, അജ എന്ന് പറഞ്ഞാൽ അൺബോൺ. ആൻഡ് മൈ ട്രാൻസെൻഡൽ ബോഡി നെവർ ഡിറ്റീറിയേറ്റ്സ്. ഭഗവാന്റെ ശരീരത്തിന് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. നമ്മുടെ ശരീരം നശിക്കുന്നു, കാരണം അത് ഭൗതികമാണ്. ഭൗതികം എന്ന് പറഞ്ഞാൽ ജഡമാണ്. ഭൂമി, റാപ്പോ, അനലോ, വായു, ഖം, ഇതെല്ലാം ജഡവസ്തുക്കളാണ്. അത് നമ്മുടെ പ്രാണൻ പോകുന്നോ, അതായത് ധാതുക്കളിൽ അത് അലിഞ്ഞു ചേരുന്നു. ആത്മാവ് നശിക്കുന്നില്ല, ആത്മാവ് വേറൊരു ശരീരം സ്വീകരിക്കുന്നു, അല്ലെ? പക്ഷെ ഭഗവാൻ നമ്മളെപ്പോലെ ജനിക്കുന്നില്ല. ഭഗവാൻ സ്വ ഇച്ഛയാൽ ഭഗവാൻ പല പല രൂപങ്ങളും പല പല ഭാവങ്ങളിലും ഇവിടെ അവതരിക്കുന്നു. നമ്മൾ അവതരിക്കല്ല ചെയ്യുന്നത്, നമ്മളുടെ കർമ്മത്തിന്റെയും അല്ലെങ്കിൽ ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തില് നമ്മൾ ഇവിടെ പ്രകൃതി നിയമപ്രകാരം നമ്മൾ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ഒരു പെർട്ടിക്കുലർ അച്ഛനമ്മമാരുടെ മക്കളായിട്ട് ജനിക്കുന്നു. അത് മനുഷ്യരായാലും ശരി,
മൃഗമായാലും ശരി, പക്ഷിയായാലും ശരി, എന്തായാലും ശരി, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നമ്മളുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ശരീരം കിട്ടുന്നു. ഭഗവാൻ സ്വ ഇച്ഛയാൽ വരുന്നു. നമ്മളെ സ്വ ഇച്ഛയാലല്ല വരുന്നത്. നമ്മുടെ കർമ്മത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ജനനം കിട്ടുന്നു. അപ്പൊ രണ്ടും വ്യത്യാസമുണ്ട്. സോ ആൻഡ് ഓൾദോ ഐ ആം ദ ലോർഡ് ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്, ഭഗവാൻ നമ്മുടെ എല്ലാം പിതാവാണ്. അഹം ബീജ പ്രദാപിത. ഭഗവാനാണ് സീഡ് ഗിവിംഗ് ഫാദർ. എല്ലാ ജീവാത്മാക്കൾക്കും ആരാണ്? പരംപിതാവാണ് ഭഗവാൻ. ഐ ആം ദ ലോർഡ് ഓഫ് ഓൾ ലിവിങ് എൻറ്റിറ്റീസ്, ഐ സ്റ്റിൽ അപ്പിയർ ഇൻ എവറി മില്യണയം. എല്ലാ യുഗങ്ങളിലും ഭഗവാൻ ഇവിടെ അവതരിക്കുന്നു. എങ്ങനെ? ഇൻ മൈ ഒറിജിനൽ ട്രാൻസെൻഡന്റൽ ഫോം, എൻ്റെ സച്ചിദാനന്ദമായിട്ടുള്ള ആ രൂപത്തിൽ ഞാൻ ഇവിടെ അവതരിക്കുന്നു. എനിക്ക് നാശമില്ല എന്നാണ് പറയുന്നത്. എൻ്റെ ശരീരം ഒരിക്കലും നശിക്കുന്നില്ല. നേരെ മറിച്ച് എല്ലാ ജീവാത്മാക്കളുടെയും ശരീരം ഒരു പ്രത്യേക കാലയളവ് കഴിഞ്ഞാൽ അത് നശിക്കുന്നു. പിന്നെ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലും അവരുടെ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലും അവർക്ക് വേറൊരു ശരീരം അവർക്ക് പ്രദാനം ചെയ്യുന്നു. ആര്? പ്രകൃതി. പ്രകൃതി ആരാണ്? പ്രകൃതി ഭഗവാന്റെ തന്നെ ശക്തിയാണ്, ബഹിരാംഗ ശക്തിയാണ്. ഈ പ്രകൃതിയാണ് ഈ ഭൗതിക ലോകത്തിലെ നിയമങ്ങളെല്ലാം നടത്തി വരുന്നത്. അത് ഭഗവാന്റെ അധ്യക്ഷതയിൽ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, മയാ അധ്യക്ഷേണ പ്രകൃതി സൂയത്തെ സചരാചരം ഏതു നാനേന കൗന്തെയ ജഗത് വിപരിവർത്തനം. അപ്പൊ എൻ്റെ അധ്യക്ഷതയിലാണ് ഈ പ്രകൃതി നടക്കുന്നത്, ഈ മായാശക്തി നടക്കുന്നത്. അപ്പൊ എൻ്റെ സൃഷ്ടി, അതിൻ്റെ സംഹാരം, ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് എൻ്റെ ഏജന്റ് വഴി. എന്താണ് ഏജന്റ്? ആ ബഹിരാംഗ ശക്തി. So Lord has spoken about the peculiarity of his birth, although he may appear like an ordinary person. അപ്പൊ അദ്ദേഹം ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ വരുമ്പോൾ ഒരു മനുഷ്യനായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മള് അദ്ദേഹത്തിനെ തെറ്റിദ്ധരിക്കുന്നു. അതായത് ഭഗവാനും നമ്മളിൽ ഒരാളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു, സാധാരണ വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജനനം നമ്മളെ പോലുള്ള ജനമല്ല, അദ്ദേഹത്തിന്റെ ശരീരം നമ്മളെ പോലുള്ള ശരീരമല്ല. നമ്മള് ഒരിക്കലും ഭഗവാനെ അങ്ങനെ ഒരു സാധാരണ വ്യക്തിയായിട്ട് കാണാൻ പാടില്ല. നരവട്ട് ലീല, ഒരു മനുഷ്യനെ പോലുള്ള ലീലകൾ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ പല ഗുണപാഠങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ നേരെ മാർഗത്തിൽ നയിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇവിടെ അവതരിക്കുന്നു മനുഷ്യനായിട്ട്, നമ്മളെ പലതും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഭഗവാനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല നമ്മളുടെ ഒരാളായിട്ട്. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്, അവജാനന്തി മാ മൂഢ മാനുഷ്യം തനുമാശ്രിതം. ഓക്കെ, മൂഢന്മാരായിട്ട് ആൾക്കാര്, വിഡ്ഢികള് അതെന്താണ്? ഞാൻ ഇവിടെ മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ എന്നെയും അവരിൽ ഒരാളായിട്ട് കാണുന്നു എന്നാണ് പറയുന്നത്. അവജാനന്തി മാ മൂഢ മാനുഷ്യം തനുമാശ്രിതം പരംഭാവം മജാനന്ദോ മമ ഭൂത മഹേശ്വരം. ഒരിക്കലും ഭഗവാന് നാശം വരുന്നില്ല. നമ്മുടെ ശരീരം നശിക്കുന്നു, നമ്മളുടെ ആത്മാവ് ശരീരം നശിച്ചാൽ വേറൊരു ശരീരം സ്വീകരിക്കുന്നു. ഇതെല്ലാം വീണ്ടും വീണ്ടും പറയുന്നത്, എത്ര പറഞ്ഞാലും നമ്മളുടെ ഈ തലയിൽ പോകുന്നില്ല. അതുകൊണ്ടാണ് he remembers everything of his many past births, whereas a common man cannot remember what he has done even a few hours before. അദ്ദേഹത്തിന് എല്ലാ പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എവിടെയെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നു, ഏത് മൂലയിലും മുക്കിലും എന്ത് സംഭവിക്കുന്നു, ഏതെല്ലാം ജീവാത്മാക്കളുടെ മനസ്സിൽ എന്തെല്ലാം നടക്കുന്നു, എന്തെല്ലാം അവർ ചിന്തിക്കുന്നു, എന്തെല്ലാം അവർ ചെയ്യുന്നു, ഇതെല്ലാം ഭഗവാൻ ഓർമ്മയുണ്ട്. പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, ഭൂത വർത്തമാനം ഭവിഷ്യം, ഇതെല്ലാം ഓർക്കും. നമുക്ക് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ എന്താണ് ചെയ്തിരുന്നത് നമുക്ക് ഓർമ്മയില്ല. ഇന്നലെ ഈ സമയം നമ്മൾ എന്തു ചെയ്തു നമുക്ക് ഓർമ്മയില്ല. ഇത് നമ്മളുടെ ഓർമ്മശക്തി. ഭഗവാനും നമ്മളുടെ വ്യത്യാസം അതാണ്. If someone is asked what he did exactly at the same time one day earlier, it would be very difficult for a common man to answer immediately. എന്നോട് ഒരാൾ ചോദിക്കണം, ഈ സമയത്ത് ഇന്നലെ ഞാൻ എന്താണ് ചെയ്തിരുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ തല സ്ക്രാച്ച് ചെയ്യണം ഞാൻ, അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അത്ര പെട്ടെന്ന് എനിക്കത് മറുപടി പറയാൻ പറ്റില്ല. He would surely have to dredge his memory to recall what he was doing exactly at the same time one day before.
അപ്പൊ നമ്മുടെ ശരിക്കും തല പോയിക്കണം, ആലോചിക്കണം എന്താണ് ഈ സമയത്ത് ഞാൻ ഇന്നലെ ചെയ്തിരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് എറ്റ് men often dare claim to be God or Krishna. എന്നിട്ടും ഇങ്ങനെയല്ല ഒരുപാട് ഒരു അപാകതകളും അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് ഉണ്ടായിട്ടും നമ്മളെപ്പോലുള്ള ചില ആൾക്കാരെ ഞാനും ഭഗവാനാകുന്നു എന്ന് ക്ലെയിം ചെയ്യുന്നു. വൺ ഷുഡ് നോട്ട് ബി മിസ്ലെഡ് ബൈ സച്ച് മീനിങ്ലെസ് ക്ലെയിംസ്. അങ്ങനെ ഒരുപാട് ക്ലെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ അതായത് സ്വന്തം സെൽഫ് പ്രൊക്ലെയിംഡ് ഗോഡ്സ്, ഒരുപാട് ഭഗവാന്മാരെ ഇന്നത്തെ കലിയുഗത്തിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ, ഗോഡ്മാൻ. അപ്പൊ അവരൊന്നും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല, അവരാൾ നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പ്രത്യേകം ഇവിടെ ഒരു വാണിംഗ് നമുക്ക് പ്രഭുപാദ് തരുന്നു. Then again the Lord explains his prakriti or his form. Prakriti means nature as well as Swarupa or one's own form. The Lord says that he appears in his own body. ഭഗവാന്റെ സ്വരൂപത്തിലാണ് ഇവിടെ വരുന്നത്, നമ്മളല്ല, നമ്മളുടെ സീഡ് ഫോമിലാണ് വരുന്നത്. എന്താണ് വ്യത്യാസം? ഭഗവാൻ സ്വരൂപത്തില് ആസ് ഹി ഈസ്, നമ്മളുടെ എന്താണ് സട്ടിൽ സീഡ് ഫോം മാത്രമാണ്, ഒറിജിനൽ സ്വരൂപത്തിലല്ല വരുന്നത്. കാരണം നമ്മുടെ ധരിക്കുന്നത് ഭൗതിക തലത്തിലുള്ള ശരീരമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വരൂപത്തിലല്ല, ഭഗവാൻ സ്വരൂപത്തിലാണ്, ട്രാൻസെൻഡന്റ് ആണ്, സച്ചിദാനന്ദ സ്വരൂപനാണ്. നമ്മൾ അതല്ല പറയുന്നത്. അപ്പൊ നമ്മളുടെ ആ സീഡ് ഫോം, നമ്മുടെ ഈ ആത്മാവിന്റെ ആ സൈസ് മെഷർമെന്റും നമ്മുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 1/10,000 ഓഫ് ദ ടിപ്പ് ഓഫ് ദ ഹെയർ. അതാണ് നമ്മുടെ സൈസ് ആത്മാവിന്റെ. He does not change his body as the common living entity changes from one body to another. സാധാരണ ആൾക്കാര് ഒരു ശരീരത്തിൽ നിന്ന് മറ്റു ശരീരം സ്വീകരിക്കുന്നു. എല്ലാ ശരീരങ്ങളും ഭൗതിക ലോകത്തില് അത് പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. In the material world, the living entity has no fixed body but transmigrates from one body to another. ഭൗതിക ലോകത്തിലെ നമുക്ക് ഒരു സ്വരൂപമല്ല, ഒരു രൂപമല്ല, ഒരു ശരീരമല്ല, അത് മാറിക്കൊണ്ടേയിരിക്കുന്നു അല്ലെ. ഇപ്പൊ നമുക്ക് ഭാഗ്യവശാൽ മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാനും ഭഗവത് ധാമിലേക്ക് പോകാനുള്ള ആ പ്രക്രിയ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ, പ്രഭുവിന്റെ സൗണ്ട് ക്ലിയർ അല്ല, എനിക്ക് മാത്രമാണോ എന്നറിയില്ല. അല്ല, ക്ലിയർ അല്ല പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ, ക്ലിയർ ആണ്. ശരി. The Lord, however, does not do so. Whenever he appears, he does so in the same original body by his internal potency. ഭഗവാന്റെ അന്തരാംഗ ശക്തി കൊണ്ട് ഭഗവാൻ സ്വന്തം ആ രൂപത്തിലും സ്വന്തം സ്പിരിറ്റ് ബോഡിയിലും വരുന്നു. നമ്മള് അങ്ങനെ നമുക്കത് സാധിക്കുന്നില്ല. കാരണം ഈ ഭൗതിക ലോകത്തില് നമ്മള് ശരീരം മാറിക്കൊണ്ടിരിക്കുന്നു. ഭാഗ്യവശാൽ നമുക്ക് ഇപ്പോ മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ജന്മം നമുക്ക് മനുഷ്യജന്മം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ചിലപ്പോൾ മൃഗങ്ങളുടെ ശരീരമായിരിക്കാം, പക്ഷികളുടെ ആയിരിക്കാം, വൃക്ഷങ്ങളുടെ ആയിരിക്കാം, കൃമികീടങ്ങളുടെ ആയിരിക്കാം, ദേവീ ദേവതമാരുടെ ആയിരിക്കാം, പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ജന്മത്തില് ഭഗവത് പ്രാപ്തി കിട്ടിയിട്ടില്ലെങ്കിൽ കൂട്ടിയിട്ട് മിനിമം ഒരു മനുഷ്യജന്മം, ഒരു ഭക്തന്മാരുടെ കുടുംബത്തില് ഒരു ജന്മം, മനുഷ്യജന്മം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്നാൽ മാത്രമേ നമ്മളെ എവിടെ നിർത്തിയത് അവിടുന്ന് നമുക്ക് പുരോഗതി കിട്ടുള്ളൂ, അവിടെ നമുക്ക് അഡ്വാൻസ്മെന്റ് കിട്ടുള്ളൂ. അവിടെ നമ്മളിപ്പോ 10% ഭക്തിയുത സേവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത ജന്മത്തിൽ നമുക്ക് 11ാമത്തെ ആ ശതമാനത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ഒരിക്കലും നമ്മൾ താഴെ ഡീഗ്രേഡ് ആവാൻ പാടില്ല, ലോവർ ഫോംസിൽ പോകാൻ പാടില്ല. നമ്മള് ചെയ്യേണ്ടത്, നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഭക്തിയുത സേവനം ചെയ്തിട്ട് നമ്മൾ 16 മാല വളരെ സിൻസിയറായിട്ട് ചൊല്ലിയിട്ട് 4 നിയമങ്ങളും പാലിച്ചിട്ട് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് പ്രാപ്തിക്ക് വേണ്ടി ശ്രമിക്കണം. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ജന്മത്തിൽ അത് പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ജന്മം ഒരു ഭക്തന്മാരുടെ വീട്ടിലേക്ക് കിട്ടും. അവിടുന്ന് വീണ്ടും നമുക്ക് പുരോഗതി ഉണ്ടായിരിക്കും ആധ്യാത്മിക തലത്തിൽ. എന്നിട്ട് നമുക്ക് ഭഗവത്ധാമിലേക്ക് പോകാൻ പറ്റും. പക്ഷെ അതിനുവേണ്ടി കാത്തു നിൽക്കാൻ പാടില്ല, ഈ ജന്മം പാഴാക്കാൻ പാടില്ല. കാണിച്ചാൽ മനുഷ്യ ജന്മം വളരെ വിരളമായിട്ട് കിട്ടുന്നതാണ്.
ആ വിരളമായി കിട്ടുന്ന മനുഷ്യജന്മം നമ്മൾ പാഴാക്കിയാൽ നമ്മൾ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. The Lord, however, does not do so. Whenever he appears, he does so in the same original body by his internal potency. In other words, Krishna appears in this material world in his original eternal form with two hands holding a flute. ഭഗവാന്റെ ശ്യാമസുന്ദര രൂപത്തിലാണ് ഇവിടെ ഭഗവാൻ വരുന്നത്. He appears exactly in his eternal body, uncontaminated by this material world. Although he appears in the same transcendental body and is Lord of the universe, it still appears that he takes his birth like an ordinary living entity. പക്ഷെ നമുക്ക് തോന്നും ഭഗവാൻ നമ്മളെപ്പോലെ ജന്മം എടുക്കുകയാണെന്ന്. പക്ഷേ ഭഗവാൻ നമ്മളെപ്പോലെ അല്ല ജന്മം എടുക്കുന്നത്. And although his body does not deteriorate like a material body, it still appears that Lord grows from childhood to boyhood and from boyhood to youth. പക്ഷേ ഭഗവാൻ ജനിച്ച ശേഷം ആ യവനാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന് പിന്നെ വളർച്ചയില്ല. അതുകൊണ്ടാണ് ഭഗവാന്റെ അവസാനം 125 വയസ്സിലും ഭഗവാൻ 15-16 വയസ്സുള്ള ഒരു യവന ആ അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഭീഷ്മപിതാമഹൻ ആണ് ആ സമയത്ത് എന്തായിരുന്നു, വളരെ വയസ്സായിട്ടുള്ള ഒരാളായിട്ടാണ്. പക്ഷെ ഭഗവാൻ ആ സമയത്തും ഒരു 15-16കാരനായിട്ട് ഒരിക്കലും യവന അവസ്ഥയിൽ നിന്ന് ഭഗവാൻ വളരുന്നില്ല. അത് കാരണം ഭഗവാൻ ആയതുകൊണ്ടാണ്. At the time of the battle of കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്ത് he had many grandchildren at home. grandchildren പറഞ്ഞാൽ പേരക്കുട്ടികൾ, മക്കളുടെ മക്കള്. or in other words, he had sufficiently aged by material calculation. ഏകദേശം 105 വർഷമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ കാണാൻ എന്തായിരുന്നു, നവയൗവനം, 15-16 വയസ്സായിരുന്നു. Still he looked just like a young man, 20 or 25 years old. We never see a picture of Krishna in old age because he never grows old like us. Although he is the oldest person in the whole creation. ഈ ക്രിയേഷനില്, ഈ സൃഷ്ടിയില് ഏറ്റവും പുരാണം എന്ന് പറയുന്നത്. എങ്കിലും അദ്ദേഹത്തിന്റെ അവസ്ഥ യവനാവസ്ഥയാണ്. Therefore, it is clear that in spite of his being the material world, he is the same unborn, eternal form of bliss and knowledge, changeless in his transcendental body and intelligence. Actually, his appearance and disappearance are like the sun's rising, moving before us and then disappearing from our eyesight. എങ്ങനെ സൂര്യ ഭഗവാൻ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരത്തെ അസ്തമിക്കുന്നു, അതേപോലെ ഭഗവാൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ഒരിക്കലും സൂര്യ ഭഗവാൻ ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. അതേപോലെ തന്നെ ഭഗവാനും തന്നെ അപ്പിയർ ചെയ്യുന്നു, അപ്രത്യക്ഷപ്പെടുന്നു, അല്ലെ, ഡിസപ്പിയർ ചെയ്യുന്നു. ആവിർഭാവം, തിരോഭാവം, അത്രേ ഉള്ളൂ. അവർ ജനിക്കും മരിക്കും അല്ല ചെയ്യുന്നത്. നമ്മളുടെ കൺമുമ്പിൽ നിന്ന് സൂര്യഭഗവാൻ മറയുന്നു, അതേപോലെ ഇവിടെ വരും ചെയ്യുന്നു. അതേപോലെ ഭഗവാൻ തന്നെ. Actually, the sun is always in its fixed position, but owing to our defective, insufficient senses, we calculate the appearance and disappearance of the sun in the sky. അപ്പൊ ഈ ഒരു ഉദാഹരണം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സൂര്യ ഭഗവാൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. സൂര്യൻ എപ്പോഴും ഉണ്ട് അവിടെ, നമ്മളുടെ കൺമുമ്പിൽ നിന്ന് മറയുന്നു മാത്രമേ ഉള്ളൂ. സൺ ഗോഡ് അല്ലെങ്കിൽ സൂര്യ ഭഗവാൻ ഒരിക്കലും നശിക്കുന്നില്ല. ഇറ്റ്സ് ആൾവേസ് ദർ. നമ്മളുടെ കൺമുമ്പിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നു, അപ്രത്യക്ഷപ്പെടുന്നു. ഇത്രയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് ബിക്കോസ് ലോർഡ് കൃഷ്ണസ് അപ്പിയറൻസ് ആൻഡ് ഡിസപ്പിയറൻസ് completely different from that of any ordinary common living entity, it is evident that his eternal blissful knowledge by his internal potency and is never contaminated by material nature. The Vedas also confirm that the supreme personality of Godhead is unborn, yet he still appears to take his birth in multi-manifestation. വേദങ്ങളും അത് പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. ഭഗവാൻ അജമാണ്, അജനാകുന്നു, ജനിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം അവതരിക്കുന്നു പല പല രൂപത്തിനും ഭാവത്തിനും. The Vedic supplementary literature also confirm that even though the Lord appears to be taking his birth, he is still without change of body. In the Bhagavatam, he appears before his mother as Narayana. Okay, he appears before his mother as
നാരായണ. ദേവകിയുടെ മുമ്പില് ചതുർഭുജനായിട്ടാണ് ഭഗവാൻ അവതരിച്ചത്. എന്നിട്ടാണ് 2-handed form ആയിട്ടുള്ള ബേബി കൃഷ്ണനായിട്ട് മാറുന്നത്, വിത്ത് 4 hands and the decorations of 6 kinds of all opulences, full opulences. His appearance in his original eternal form is causeless mercy bestowed upon the living entities so that they can concentrate on the Supreme Lord as he is and not on mental concoctions or imaginations, which the impersonalist strongly thinks that the Lord's form to be. The word Maya or Atma Maya refers to the Lord's causeless mercy. According to the Vishwakosha dictionary, the Lord is conscious of all of his previous appearances and disappearances, but a common living entity forgets everything about his past body as soon as he gets another body. നേരത്തെ പറഞ്ഞ പോലെ ഭഗവാൻ എല്ലാം ഓർക്കുന്നു, നമ്മുടെ ശരീരം മാറുമ്പോൾ അതെല്ലാം മറക്കുന്നു. He is the Lord of all living entities because he performs wonderful and superhuman activities while he is on his earth. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്തതും നമുക്ക് ഈവൻ സങ്കല്പിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള പല സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ലൈക്ക് ലിഫ്റ്റിംഗ് ഗോവർദ്ധന ലീല, ബ്രഹ്മവിമോഹൻ ലീല, ഇങ്ങനെ ഒരുപാട് ലീലകള് ഭഗവാൻ ചെയ്യുന്നുണ്ട്. അതൊന്നും നമുക്ക് ഈവൻ സങ്കല്പിക്കാനും പറ്റില്ല. അതേപോലുള്ള ലീലകളാണ് ഭഗവാൻ ചെയ്യുന്നത്. Therefore, the Lord is always the same absolute truth and is without differentiation between his form and self or between his quality and body. ഭഗവാന്റെ ശരീരവും ഭഗവാന്റെ ആത്മാവും ഭഗവാന്റെ ക്വാളിറ്റിയും ഭഗവാന്റെ ഒന്നും യാതൊരു വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. A question may now be raised as to why the Lord appears and disappears in this world. This is explained in the next verse. അപ്പൊ ഇനി ചോദിക്കാം, എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ അവതരിക്കുന്നത്? അതിന്റെ ആ ആൻസർ അടുത്ത വേഴ്സിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഹരേ കൃഷ്ണ. ഒരു 5 മിനിറ്റ് നേരത്തെ നിർത്താൻ ഒരു മീറ്റിംഗ് ഉണ്ട് ഇപ്പോൾ, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ. വാഞ്ച കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ വച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, प्रभुपाद की जय, गुरु महाराज की जय, गो प्रेम।